ഐ എം ദ ഓൺലി വേ, ഐ എം ദ ഓൺലി ട്രൂത്ത് ആൻഡ് ഐ എം ദ ഓൺലി ലൈഫ് എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇത് മറ്റെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 29 വാക്യമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്നൂടെ വായിക്കാം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇപ്പം ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ അർത്ഥം എന്താണ്? പെസഹ കുഞ്ഞാട് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളും യേശുവും തമ്മിലുള്ള ബന്ധത്തിൽ കാണണം. അപ്പോൾ യേശുവിൻ്റെ ആ കുഞ്ഞാടിൻ്റെ രക്തം കടന്നു പോകാൻ സാത്താനോട് ആവശ്യപ്പെട്ടു. ഈ സാത്താൻ എന്ന് പറയുമ്പോൾ സാത്താൻ ഒരു വ്യക്തിയുമാണ്, ഒരു പ്രതീകവുമാണ്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ സാത്താൻ നേരിട്ട് വരുമ്പോൾ സാത്താൻ കൊണ്ടുവരുന്ന പ്രയാസം, ഇനി അത് മാത്രമല്ല, ഈ പൈശാചികമായ എല്ലാം, അതായത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതായത് യുദ്ധം, അവിടുന്ന് യുദ്ധം ഇല്ലാതാക്കുന്നു. യുദ്ധം എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കും. ഭിന്നത, കലഹങ്ങൾ, വഴക്ക്, ഇപ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥ, അപ്പൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അമ്മ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ധിക്കാരത്തോടെ മക്കൾ പെരുമാറുന്നു, മേലധികാരികളെ താഴെയുള്ളവർ അനുസരിക്കുന്നില്ല. അപ്പം ഇതെല്ലാം പിശാച് നേരിട്ട് വരുന്നതല്ല, പിശാചിൻ്റെ പ്രവൃത്തികളാണ്. ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ യുദ്ധമാണ്, അല്ലേ? യുദ്ധമാണോ? അതെ. അപ്പോൾ അവിടുന്ന് യുദ്ധം ഇല്ലാതാക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ ഒരു വിശ്വാസം ആഴപ്പെടണം. എല്ലാം എൻ്റെ കർത്താവ് അവിടുത്തെ ആ കുഞ്ഞാടിൻ്റെ രക്തം ഇതെല്ലാം കടന്നു പോകാൻ ആവശ്യപ്പെടും, കൽപ്പിക്കും. അപ്പോൾ നമ്മൾ ആ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ആ രക്തം ഇത് കടന്നു പോകാൻ കൽപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് ഭയമുണ്ട്, അല്ലെങ്കിൽ നിരാശയുണ്ട്, നമുക്ക് ഒത്തിരി ആധിയുണ്ട്, അതിനോടും ഈ രക്തം കൽപ്പിക്കില്ലേ കടന്നു പോകാൻ? കൽപ്പിക്കും. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൽ വളരുമ്പോഴാണ് അത് നമ്മളിൽ സംഭവിക്കുന്നത്. അത് കടന്നു പോകാൻ കൽപ്പിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്, അവൻ നമ്മുടെ പെസഹ കുഞ്ഞാടാണ്. അങ്ങനെ ഒരു വചനം പൗലോസ് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം വായിക്കാം. 1 കൊരിന്തോസ് 5-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. 1 കൊരിന്തോസ് 5:7 വായിക്കാമോ? നിങ്ങൾ 1 കൊരിന്ത്യൻസ് 5:7 വായിക്കാം. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. വായിക്കാം. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ പാസ്കൽ ലാംബ്, ജീസസ് പാസ്കൽ ലാംബ്, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, ദേവാലയത്തിൽ യേശു യോഹന്നാൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന സമയത്ത് ദേവാലയത്തിൽ ബലികൾ നടന്നിരുന്നോ? ആ ബലിയർപ്പണങ്ങളിലെ ഒരു മുഖ്യ ബലിവസ്തുവായിരുന്നു കുഞ്ഞാട്. അപ്പോൾ അതാണ് യോഹന്നാൻ പറയുന്ന രണ്ടാമത്തെ അർത്ഥം. ബലിക്കുഞ്ഞാട് എന്ന അർത്ഥത്തിലാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് പെസഹ കുഞ്ഞാട് എന്ന അർത്ഥത്തിൽ, രണ്ടാമത്തേത് ദേവാലയത്തിൽ അരങ്ങേറിയിരുന്ന ബലികളിൽ ബലിവസ്തുവായി, വ്യക്തിയുമായി ഉപയോഗിച്ചിരുന്ന ആ കുഞ്ഞാട്, ബലിക്കുഞ്ഞാട്. അതാണ് നമ്മുടെ പെസഹ കുഞ്ഞാടായ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് കുഞ്ഞാടാന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ അർത്ഥത്തിൽ നമുക്കെന്താ മനസ്സിലാവുന്നത്? ഇവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി
കൊല്ലപ്പെടാനുള്ള കുഞ്ഞാടാണ് എന്ന അർത്ഥത്തിലാണ്. മൂന്നാമതായിട്ട് ഈ കുഞ്ഞാട് എന്ന് യോഹന്നാൻ ഉപയോഗിക്കുമ്പോൾ യോഹന്നാൻ ഒരു പഴയ നിയമ പശ്ചാത്തലം കൂടി മനസ്സിൽ കാണുന്നുണ്ട്. അത് യെശയ്യാ പ്രവചനം 53 അധ്യായം എടുക്കാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 53 അധ്യായം എടുത്തേ. യെശയ്യാ 53 എടുത്തോ. അത് സഹനദാസനെ കുറിച്ചുള്ളൊരു പ്രവചനമാണ്. അതിനകത്ത് കുറച്ച് വചനങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചനം 53 1 മുതൽ വായിക്കാം. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? ഉച്ചത്തിൽ വായിച്ചേ. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവർ നിന്ദിക്കപ്പെട്ടു. നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. അടുത്ത ഉറക്കെ വായിച്ചേ. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം. അതായത് ജനത്തിന് വേണ്ടി സഹിച്ച് ജനത്തിൻ്റെ പാപങ്ങളും രോഗങ്ങളും ഏറ്റെടുക്കുമെന്ന് യെശയ്യാ പ്രവചിച്ച സഹനദാസനെ യെശയ്യാ ഉപമിച്ചത്, പരിശുദ്ധാത്മാവ് ഉപമിച്ചത് കൊല്ലാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ മൗനമായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെയാണ്. ആ കുഞ്ഞാടാണ് യേശുവെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഈ 3 അർത്ഥമാണ് നമ്മൾ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ 3 അർത്ഥമാണ്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ മനസ്സിലായല്ലോ. 3-ാമത്തെ അർത്ഥം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുമെന്ന് യെശയ്യാ പ്രവചിച്ച ആ കുഞ്ഞാടാണ്. ആ നമ്മുടെ ശിക്ഷകളും പാപങ്ങളും ഏറ്റെടുക്കുമെന്ന് യെശയ്യാ പ്രവചിച്ച ആ സഹനദാസനാണ് യേശു എന്ന അർത്ഥത്തിലുമാണ് പരിചയപ്പെടുത്തുകയാണ്. ഈ 3 അർത്ഥത്തിൽ എന്തൊക്കെയാണ് 3 അർത്ഥങ്ങൾ? ഒന്നാമത്തേത് പെസഹ കുഞ്ഞാട്, രണ്ടാമത്തേത് ബലിക്കുഞ്ഞാട്, മൂന്നാമത്തേത് സഹനദാസൻ, ബലിയർപ്പിക്കപ്പെടാൻ പോകുന്ന സഹനദാസനായ കുഞ്ഞാട്. ഈ അർത്ഥത്തിലാണ് ഈ ഈ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നത്. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ആശയമാണ് പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് പറയുന്നത്. പാപം ചുമക്കുന്ന എന്നല്ല പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പാപം, ഹു ഈസ് ടേക്കിംഗ് അവേ എന്നാണ്. ടേക്ക് അവേ, പാപം നീക്കുന്ന, പാപം ചുമക്കുന്ന മാത്രമല്ല, പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒന്ന് ശാന്തമായിട്ട് ശ്രദ്ധിക്കാവൂ. എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മരിക്കുക മാത്രമല്ല ചെയ്തത്. ചുമന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ചുമന്നു, പാപം ചുമന്നു, മരിച്ചു. പക്ഷേ ഇവിടെ പറയുന്നത് പാപം നീക്കുമെന്നാണ്. ടേക്ക് അവേ. ഇതാണ് നമ്മുടെ ക്രിസ്തീയമായ പ്രത്യാശ. അതായത് നമുക്കൊരു പ്രത്യാശയുള്ള എന്താണെന്നറിയാം. ഇപ്പോൾ നമ്മളെ നഷ്ടധൈര്യരും നിരാശരും ദുഃഖിതരുമാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പാപമാണ്. നമ്മുടെ പാപമാണ് നമ്മളെ പുറകോട്ട് പിടിക്കുന്നത്. നമുക്കൊരു ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? പാപം തന്നെ. എല്ലാത്തിൻ്റെയും പിന്നിൽ, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെയും പിന്നിൽ പാപമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇവിടെ കാണുന്ന ഒരു കാഴ്ച, വേദനിപ്പിക്കുന്നൊരു കാഴ്ച, ഈ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്ന് ചോരക്കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് അപ്പനും അമ്മയൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരും. മൂക്കിൽ കൂടെ ഇങ്ങനെ കുഴലൊക്കെ ഇട്ട് ഇങ്ങനെ മുഖത്ത് ഇതൊക്കെ വെച്ച് ഈ ദേഹത്തൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തി വെച്ച് ഇങ്ങനെ, അങ്ങനെ കുഞ്ഞുങ്ങൾ
ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഈ അപ്പനും അമ്മയും വേദനയോടെ കടന്നു വരുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും കുഞ്ഞിന് ക്യാൻസറാ. നിങ്ങളൊന്നാലും ചോദിക്കേ, എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ കുഞ്ഞിന് ക്യാൻസർ വന്നേ? കുഞ്ഞ് തെറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല, മാതാപിതാക്കന്മാർ തെറ്റ് ചെയ്തുകൊണ്ടുമല്ല. പക്ഷെ ഈ കുഞ്ഞിന് ക്യാൻസർ വന്നതിന് പിന്നിൽ മനുഷ്യൻ്റെ പാപം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കാവോ? പാപമുണ്ട്. എന്തെന്നറിയാമോ? ഒത്തിരി കാരണങ്ങൾ പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, അതായത് ഇന്ന് നമുക്ക് നല്ലത് എന്ന് പറയുന്ന എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ? അതായത് കഴിക്കുന്ന വെജിറ്റബിൾ മുതൽ എല്ലാ ഭക്ഷണ സാധനം എല്ലാറ്റിലും മായമുണ്ട്, മാലിന്യമുണ്ട്, വിഷമുണ്ട്. ഒരൊറ്റ സാധനം, ഒരു ശുദ്ധിയുള്ള എൻവയോൺമെൻ്റ് ഇല്ല, സുരക്ഷിതമായ ഒരു പരിതസ്ഥിതി ജീവിക്കാനായിട്ടില്ല, ആവാസ വ്യവസ്ഥയില്ല, ഭക്ഷണമില്ല. അതായത് ലാഭത്തിന് വേണ്ടി മനുഷ്യൻ എന്തു സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന, അല്ലേ, ഈ മസാലപ്പൊടികളിൽ സാധനം എല്ലാത്തിനകത്തും മായമുണ്ട്. മായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത അത്ര അളവിൽ ഡോസിൽ മായമുണ്ട് നമ്മൾ വാങ്ങി കഴിക്കുന്ന എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കണം. ഇപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുന്നതിനും ഒക്കെ പിന്നിൽ മനുഷ്യൻ്റെ പാപമുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാവോ? പാപമുണ്ട്. മനുഷ്യൻ്റെ ദുരയുണ്ട്, ആർത്തിയുണ്ട്. ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേദനാജനകമായൊരു സംഭവം അവിടെ ഒരാൾ വന്ന്, അവിടുത്തെ അച്ഛൻ വന്ന് പറഞ്ഞു. അതായത് നമുക്ക് പരിചയമുള്ള ഒരു മലയാളി കുടുംബം, ആ കുടുംബനാഥൻ ഓടിച്ചിരുന്ന വണ്ടി ഒരു ട്രക്കിൽ ചെന്നിടിച്ച് ഏതാണ്ട് 8, 9, 10 ആളുകൾ, ഇന്ത്യക്കാരും മരിച്ചു. കുറച്ച് പേര് തമിഴ്നാട്ടുകാരും ആണ്, പിന്നെ ഈ മലയാളി ചേട്ടനുമുണ്ട്. കൂടുതലും മലയാളികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഏതാണ്ട് ഒരു 10 താഴെ ആളുകൾ മരിച്ചു. അപ്പോൾ കുറേ ദൂരമുണ്ട്. അച്ഛൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഒന്ന് പോയി അവർക്കൊന്ന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് വൈകുന്നേരം കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. യാത്ര ചെയ്ത് അവിടെ ചെന്നപ്പോൾ എനിക്കറിയാം അമ്മ, ഇപ്പോൾ എനിക്കറിയാം, പിന്നീട് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയും പിന്നെ 2 മക്കളാണ് തോന്നുന്നു. അവർ ദുഃഖിച്ച് വളരെ നിങ്ങളാലോചിക്ക്, കുടുംബനാഥൻ മാത്രമല്ല, അദ്ദേഹം ഓടിച്ച വണ്ടിയിൽ കുറേ പേര് മരിച്ചു. അവരോട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിങ്ങനെയാണ്, അതായത് ഈ ചെക്കോസ്ലോവാക്യക്കാരനോ അങ്ങനെ ഒരുത്തൻ, അവൻ ആ ട്രക്ക് ഓടിച്ചിരുന്നു. ആ ട്രക്ക് ഓടിച്ച് പോകുമ്പോൾ ഭയങ്കര കിലോമീറ്റർ, 120-140 കിലോമീറ്റർ സ്പീഡിൽ ഹൈവേ കൂടെ, ഈ ബ്രോഡ്വേ കൂടെ, ഹൈവേ കൂടെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഇവൻ അവൻ്റെ കാമുകിയുമായിട്ട് ഫോൺ വിളിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവൻ മദ്യപിച്ചിട്ടുണ്ട്, കാമുകിയോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് ഇവന് ദേഷ്യം വന്നപ്പോൾ ഇവൻ ആ ഹൈവേയുടെ നടുക്ക് ട്രക്ക് ചവിട്ടി നിർത്തി. സഡൻ ബ്രേക്ക്. പുറകെ പോയ മലയാളി ചേട്ടൻ്റെ വണ്ടി ഇതിൽ ഇടിച്ചു കയറി. ഈ 10 പേരുടെ മരണത്തിനിടയാക്കിയത് എന്താ? മനുഷ്യൻ്റെ പാപമാണ്. ആണോ? ഒരു വഴക്ക. അരിച്ചരിച്ച് പുറകോട്ട് ചെല്ലുമ്പോൾ ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെ പിന്നിലും പാപമുണ്ട്. സമ്മതിക്കാവോ? അപ്പോൾ പാപമുള്ളത് കൊണ്ട് കർത്താവ് പറയാണ് പാപം നീക്കുമെന്ന്. അപ്പൊ പാപം നീക്കുമെന്ന് പറയുന്നതിന്, അപ്പൊ നമ്മൾ മുമ്പ് ചിന്തിക്കുന്നതിനേക്കാളും ഇപ്പോൾ അതിന് ഗ്രാവിറ്റി ഉണ്ട്. കാരണം ഈ ലോകത്തെ സകല പ്രശ്നത്തിൻ്റെയും നിദാനവും ആധാരവും മൂലകാരണവും പാപമാണെങ്കിൽ അത് നീക്കിയാൽ ഈ ഭൂമിയുടെ ദുഃഖങ്ങൾ മാറും. അതുകൊണ്ടാണ് പാപം ചുമന്നവനെ കുറിച്ച് യെശയ്യാ പ്രവചിച്ചപ്പോൾ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറഞ്ഞു. എന്താ ഈ ദുഃഖം ചുമന്നെന്ന് പറയുന്നത്? ദുഃഖത്തിൻ്റെ കാരണം പാപമാണ്. പാപം ചുമക്കുമ്പോൾ സ്വാഭാവികമായി ദുഃഖമാണ് എടുത്തു മാറ്റപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ, അതായത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഒരു സഹോദരനുണ്ട്. അപ്പോൾ ആ സഹോദരന് ഒരു സമയത്ത് നമ്മളൊരു ഓൺലൈൻ കൂട്ടായ്മ നടത്തിയ സമയത്ത് ഇങ്ങനെ വചനം കേട്ടപ്പോൾ അവന് പുകവലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പിലായിരുന്നു. അപ്പോൾ പുകവലി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവനത് കേട്ട് കർത്താവിൻ്റെ ഒരു ഇടപെടൽ പെട്ടെന്നുണ്ടായി. അവനാ പുകവലിക്കണ്ടെന്ന് വേഗം അങ്ങനെ ആത്മാവിലൊരു ഈ നമ്മുടെ കൂട്ടത്തിലുണ്ടിപ്പോൾ
പുകവലിക്കണ്ട. അന്ന് വേഗം ആത്മാവ് ഒരു പ്രേരണ കൊടുത്തു. അവനുണ്ടായിരുന്ന സിഗരറ്റ് എല്ലാം കൊണ്ടുവന്ന് കടലിൽ ഒഴുക്കി കളഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാൻ എന്നെ കാണാനായിട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അവനെ മനസ്സിലായപ്പോൾ ഞാൻ ചോദിച്ചു, പുകവലി നിർത്തുകയും ചോദിച്ചപ്പോൾ പറഞ്ഞു, പുകവലി മാത്രമല്ല മദ്യപിക്കുന്ന ശീലം ഉണ്ടായിരുന്നു, അതും എടുത്തു മാറ്റിയെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കൂട്ടായ്മ ഇവിടെ നിന്ന് ധ്യാനിക്കുന്നുണ്ട് സഹോദരൻ. അപ്പോൾ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞു. എടുത്തു മാറ്റി ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ ബന്ധു വീടുകളിലൊക്കെ ചെന്നപ്പോൾ അല്ലെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോഴൊക്കെ മദ്യം ഓഫർ ചെയ്യുന്ന സമയത്ത് അവന് വേണ്ട. ഇപ്പം എന്താ സംഭവിച്ചേ? എടുത്തു മാറ്റി. നിങ്ങൾക്ക് മനസ്സിലായോ? നീക്കി, ലോകത്തിൻ്റെ പാപം നീക്കി. ഇപ്പം ഈ സഹോദരൻ ഈ പാപം, ദൈവത്തിന് മഹത്വം, ഈ പാപം ദൈവം എടുത്തു മാറ്റി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷം വന്നത് എപ്പോഴാണ്? പാപം എടുത്തു മാറ്റി. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷം വരുന്ന എപ്പോഴാണ്? പാപം എടുത്തു മാറ്റപ്പെടുമ്പോഴേ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് ആരംഭകാലം മുതലേ മനസ്സിലായ ഒരു സത്യം എന്തെന്നറിയോ? അതായത് കാര്യം ഞാൻ പറയാം. നമ്മുടെ ഈ ഗുഡ്നസ് ടി വി ഉണ്ടല്ലോ, ഗുഡ്നസ് ടി വിയുടെ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അതിൻ്റെ സ്റ്റാഫിനും മധ്യസ്ഥ പ്രവർത്തനക്കാർക്കും പ്രേക്ഷിതർക്കും ഒക്കെ ആയിട്ട് ഒരു ധ്യാനം നടത്താൻ വേണ്ടി അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛൻ വിളിച്ചിട്ട്, ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പാണ്, കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഒരു 10-12 വർഷം മുമ്പാണ് ഞാൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ പല മതത്തിൽപ്പെട്ടവരുണ്ട്. എല്ലാവരും ടി വിയുടെ സ്റ്റാഫാണല്ലോ, ഇപ്പോൾ എല്ലാം വിശ്വാസികളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അതിനിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര. അപ്പം ഞാൻ ഒരു 2-3 സെഷൻ കഴിഞ്ഞപ്പോൾ വല്ലൂരാൻ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് വയ്യ, എനിക്ക് പറ്റത്തില്ല, കാരണം ഇത് ധ്യാനം നടക്കില്ല. കാരണം ഇവരെ അച്ഛൻ നിർബന്ധിച്ച് കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവർ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, അത് എനിക്ക് ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും, അച്ഛൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, നിങ്ങളിപ്പോൾ ഇവിടെ പനക്കലച്ഛനും നായകന്മാർമ്മലച്ഛനും ഒക്കെ ഇല്ലേ, അവരൊക്കെ ശക്തന്മാരല്ലേ, അവരൊക്കെ ധ്യാനിപ്പിക്കട്ട്, അച്ഛനൊക്കെ ധ്യാനിപ്പിക്കുക, എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛനോട് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ലില്ല അച്ഛാ, അത് അച്ഛനാണ് അതിനുള്ള പരിശുദ്ധാത്മ അഭിഷേകം, ഇപ്പം ഇവരെ ധ്യാനിപ്പിക്കാൻ, ഞങ്ങൾക്കൊന്നുമല്ല. അച്ഛൻ ഞാൻ ചെന്ന് പറഞ്ഞിട്ടൊന്നും, ഞാൻ പറഞ്ഞു അച്ഛാ ഇങ്ങനെ നമുക്ക് നിർത്താം, 2 ദിവസം 3 ദിവസം ധ്യാനം കണ്ടാണ്, ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മടുത്തു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല അച്ഛൻ അങ്ങനെ മടുക്കരുത്, അച്ഛൻ ചെറുപ്പമായതുകൊണ്ട് അച്ഛന് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്, ഇതൊരു ഫൈറ്റല്ലേ, ഇതൊരു യുദ്ധമല്ലേ, അച്ഛൻ മടുക്കരുത്, അച്ഛൻ പോകുമോ, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ വീണ്ടും ഉന്തിത്തള്ളി വിട്ടു. അപ്പോൾ ഞാൻ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ കുറേ പേര് ഉണ്ട് എൻ്റെ കൂടെ. അതിലൊരു ഇപ്പോൾ അദ്ദേഹത്തിന് 80+ ആണ്. അന്നും ഏതാണ്ട് അത്ര 70 ഒക്കെ പ്രായം കാണും. ഇപ്പോൾ 80-ന് മുകളിൽ 85, 86 വയസ്സാണ് ഇപ്പോൾ കാണും. അപ്പോൾ ആ സഹോദരന് നേതൃത്വത്തിലൊരു ഇൻ്റർസെഷൻ ടീമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നടക്കത്തില്ല, ഈ പരിപാടി നടക്കത്തില്ല, എന്നെക്കൊണ്ട് വയ്യ, അപ്പോൾ നിങ്ങളെന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ കുറേ മെറ്റീരിയലെല്ലാം കൊണ്ടുവന്ന് വിരിച്ചിട്ട് അതേലും അങ്ങോട്ട് മുട്ടുകുത്തി നിന്നു. പിന്നെ അവർ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് മുട്ടിൽ നിന്ന് മാറുന്നത്. അവിടെ മുട്ടുകുത്തി നിൽക്കുക. അങ്ങ് മുട്ടുകുത്തി നിന്ന് അവർ കരങ്ങൾ വിരിച്ച് ആ ഒരു സ്ക്രീൻ അപ്പുറത്തിട്ടിട്ട് അവർ, ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടൊരു സ്ക്രീൻ ഇട്ട് അവർ അതിൻ്റെ മറവിൽ മുട്ടുകുത്തി നിൽക്കുക, പരിഹാരം ചെയ്യുക. 2ാമത്തെ ദിവസം ആയപ്പോഴേക്കും അന്തരീക്ഷം എല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഒരു കുമ്പസാരത്തിൻ്റെ ഒക്കെ കാര്യങ്ങളായി. ഇപ്പോൾ ലാസ്റ്റ് ഡേയിൽ കൺഫെഷൻ എല്ലാം നടത്താൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ഹൈന്ദവ സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളെങ്ങനെയാണ് കുമ്പസാരിക്കുന്നത്? നിങ്ങൾ ക്രിസ്ത്യാനികളെല്ലാം കുമ്പസാരിക്കും, ഞങ്ങൾക്കും പാപം ഇട്ട് പറയണം. അപ്പോൾ ഞാൻ ഓടി വല്ലൂരാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു, അച്ഛാ ഹിന്ദുക്കൾ ഇളകിയിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, എന്താണ് അവർക്ക് കുമ്പസാരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഒരു കൂദാശ എന്ന നിലയിൽ അവർക്ക് കുമ്പസാരം കൊടുക്കാൻ നമുക്ക് പറ്റില്ല, മാമോദീസ സ്വീകരിക്കാത്തതുകൊണ്ട്. എന്നാൽ ഒരു പാപിക്ക് തൻ്റെ പാപം തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു അച്ഛനോട് പറയാം, അതിന് മതമൊന്നും നോക്കണ്ട. അച്ഛൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തന്നൊരു ഉപദേശമാണ്. എന്താ, ഒരു പാപിക്ക് കൂദാശ സാക്രമെന്റ് പറ്റില്ല, കുർബാന സ്വീകരിക്കാനും പറ്റില്ല. പക്ഷേ ഒരു പാപിക്ക് തൻ്റെ പാപം ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ, യേശുവിനെ കുറിച്ച് കേട്ടപ്പോഴല്ലേ,
അപ്പോൾ ഒരു പുരോഹിതൻ്റെ അടുത്ത് ഏറ്റു പറയണമെങ്കിൽ അച്ഛൻ ധൈര്യമായിട്ടോ, അച്ഛൻ സെമിനാരിലൊക്കെ ക്ലാസ് എടുക്കുന്ന അച്ഛൻ, അപ്പോൾ എനിക്ക് ഉറപ്പായി അച്ഛൻ പറഞ്ഞാൽ തെറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് ധൈര്യമായി. ഞാൻ നേരെ എന്നിട്ട് അനൗൺസ് ചെയ്തു, അതായത് കുമ്പസാരം തുടങ്ങാൻ പോവാണ്. 7-8 അച്ഛന്മാർ ഇതേ കുമ്പസാരിപ്പിക്കാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആരെങ്കിലും കുമ്പസാരിക്കാനായിട്ട് ആഗ്രഹിക്കും, കുമ്പസാരമല്ല പാപം ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ദേ അവിടെ ഇരിപ്പുണ്ടെന്ന്. എൻ്റെ അടുത്ത് ആദ്യം വന്ന് മുട്ടുകുത്തിയത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. അവൾ ജീവിതത്തിലെ തെറ്റുകളെല്ലാം പറഞ്ഞു. നമുക്ക് പാപമോചനം കൂദാശപരമായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ അത് കഴിഞ്ഞപ്പോൾ തലയൊക്കെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഹൃദയം നൊന്ത് ഈ മകള് അവളുടെ പാപം ഏറ്റു പറയുന്നത് നീ കാണുന്നുണ്ടല്ലോ, കർത്താവേ ഇവളോട് നീ ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കുമ്പസാരക്കൂട്ടിൽ ഒരു വ്യക്തി അലറിക്കരയുന്നു. ഫസ്റ്റ് ആയിട്ട് ഇവൾ അലറിക്കരയാണ്, പാപം മോചിച്ചു എന്ന് പറയുമ്പോൾ. ഇത് കഴിഞ്ഞിട്ട് ഓരോ സഹോദരിമാർ വരികയാണ്. ജീവിതത്തിൽ അന്ന് വരെ സംഭവിച്ചതെല്ലാം ഏറ്റു പറഞ്ഞിട്ട് വാവിട്ട് കരഞ്ഞ് ഈ കണ്ണിക്കൂടെ മൂക്കിക്കൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകി ഭയാനകമായ കാഴ്ചയാണ്. ഇവർ പാപം ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്ത്യാനിക്ക് അതങ്ങോട്ട് അതിൻ്റെ ഗ്രാവിറ്റി പിടികിട്ടിട്ടില്ല. ഈ പാപം ക്ഷമിച്ചു എന്ന് പറയുന്നത് എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അതായത് നിന്റെ പാപം യേശു ക്ഷമിച്ചു മോനെ, നീ വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ അവരനുഭവിക്കുന്ന ആഹ്ലാദം അന്ന് എനിക്ക് ദൈവം പഠിപ്പിച്ചെന്ന സത്യമാണ്. സിൻ ഈസ് നോട്ട് എ സൈക്കോളജിക്കൽ ഇഷ്യൂ. പാപം ഒരു മാനസിക പ്രശ്നമല്ല. സിൻ ഈസ് ആൻ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം. ഇത് അസ്തിത്വപരമായൊരു പ്രശ്നമാണ്. ഒരു മനുഷ്യൻ്റെ ശരിക്കും അവൻ്റെ അകത്ത് കിടക്കുന്ന പ്രശ്നമാണ് പാപം, അല്ലാതെ ഒരു മാനസിക പ്രശ്നമൊന്നുമല്ല. അവനുണ്ടായ എന്തെങ്കിലും ബിഹേവിയർ ഡീവിയേഷൻ ഒന്നുമല്ല. സിൻ ഈസ് സംതിങ് സോ കോർ ടു യുവർ ബീയിങ്, സംതിങ് സോ ഡീപ്പ് ടു യുവർ പേഴ്സണാലിറ്റി, സംതിങ് സോ എക്സിസ്റ്റൻഷ്യലി ഡീപ്പ് റൂട്ടഡ്. അസ്തിത്വ പ്രശ്നമാണ് പാപം. അതുകൊണ്ടാണ് പാപം എടുത്തു മാറ്റപ്പെടുമ്പോൾ മാത്രമേ ഒരാത്മാവ് യഥാർത്ഥ ആനന്ദം അനുഭവിക്കത്തുള്ളൂ. പാപം എടുത്തു മാറ്റപ്പെടാതെ ഒരാത്മാവും ദൈവത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കർത്താവേ, എൻ്റെ പാപങ്ങൾ, കുമ്പസാര കൂട്ടിനെയൊക്കെ അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് അതുകൊണ്ടാണ്. കർത്താവേ, എൻ്റെ പാപം നീ എടുത്തു മാറ്റണേ. അപ്പോൾ നിങ്ങൾ ഈ കരുണയുടെ തിരുനാളിന് വേണ്ടിയൊക്കെ ഒരുങ്ങുന്ന സമയം കാലം കൂടെ ആണല്ലോ. അപ്പോൾ ഈ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? എൻ്റെ പാപം കുമ്പസാരക്കൂട്ടി ഞാൻ ചെന്ന് പാപം പറയുമ്പോൾ എൻ്റെ പാപം എടുത്തു മാറ്റി എന്ന ഒരനുഭവം എനിക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത ഒരു കുമ്പസാരം നിങ്ങൾ നടത്തുമ്പോഴേക്കും, കർത്താവേ, എൻ്റെ പാപം നീ എടുത്തു മാറ്റി. ഇപ്പോൾ ഒത്തിരി കുറ്റബോധം കിടക്കുന്ന എന്തുകൊണ്ടാണ്? എടുത്തു മാറ്റി എന്നൊരു അനുഭവം കിട്ടിയിട്ടില്ല. എൻ്റെ പാപം നീ എടുത്തു മാറ്റി എന്ന ഒരനുഭവം കർത്താവേ എനിക്ക് തരണമേ എന്നാഗ്രഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അടുത്ത വാക്യം വായിക്കാം, 30-ാമത്തെ വാക്യം, യോഹന്നാൻ 1:30 വായിക്കാം. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇവിടെ വേറൊരു വെളിപ്പെടുത്തൽ യേശുവിനെ കുറിച്ച് പറയുകയാണ്. എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു. അതായത് യോഹന്നാൻ പറയുകയാണ്, ഈ പ്രായത്തിൽ മൂത്തതാരാ? യോഹന്നാനാണോ യേശുവാണോ? യോഹന്നാനാണ്. പക്ഷെ യോഹന്നാൻ പറയുകയാണ്, എനിക്ക് മുമ്പേ ഇവൻ ഉണ്ടായിരുന്നു, എനിക്ക് മുമ്പേ ഇവൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരാണ് ശരിക്കും മൂത്തത്? യോഹന്നാൻ പറയാണ്, ബയോളജിക്കലി മൂത്തത് യോഹന്നാനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മുൻപുള്ളത് യേശുവാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന വാചകമാണ്. യേശുവിൻ്റെ ദൈവത്വം, എനിക്ക് മുമ്പ് ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. മനസ്സിലായോ? അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ പരിചയമില്ലായിരുന്നെന്നാണോ?
പരിചയമുണ്ട്, എൻ്റെ കസിനാ. പക്ഷെ ഇവൻ ആരാണ്, ഇവൻ ദൈവമാണെന്ന് എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ജലത്താൽ സ്നാനം നൽകുന്നു, ആത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി വരുന്നു. ഒന്ന് പറഞ്ഞേ, ജലത്താൽ സ്നാനം നൽകുന്നു, ആത്മാവ് പ്രാവിനെ ഇറങ്ങി വരുന്നു. ജലം, ആത്മാവ്, ജലം, ആത്മാവ്. ഇനി നമ്മൾ യോഹന്നാൻ നിങ്ങളെപ്പോൾ വായിച്ചാലും ഈ ജലവും ആത്മാവും തമ്മിൽ എപ്പോഴും അടുത്തടുത്ത് നിൽക്കുന്ന കാണാൻ പറ്റും. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ജലം, ആത്മാവ്, ഈ തീം റിപ്പീറ്റഡ് ആയിട്ട് ഇനി നമുക്ക് കാണാൻ പറ്റും, ജലവും ആത്മാവും. അപ്പോൾ ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട്. ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ആത്മാവ് ഇറങ്ങി വന്ന് നിറയുക മാത്രമല്ല, അവനിൽ ആവസിക്കുന്നു പറഞ്ഞാൽ അവനിൽ റിമൈൻ ചെയ്യുന്നു, അവനിൽ നിലനിൽക്കുന്നു എന്നാണ്. അവനിൽ വസിക്കുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് അവനിൽ വസിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ഒരു വ്യത്യാസം ഇതാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം, പഴയ നിയമത്തിൽ ഒരു ദൗത്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, ആ ദൗത്യം പൂർത്തീകരിക്കും, പരിശുദ്ധാത്മാവ് മടങ്ങിപ്പോകും. ഇങ്ങനെയായിരുന്നു. പുതിയ നിയമത്തിലോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വസിക്കുകയാണ് നമ്മൾ ഹൃദയത്തിൽ. അതാണ് ദൈവാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ, നമ്മളിൽ വസിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവപുത്രനാണ്. അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, ഒന്നാമത്തേത് ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, രണ്ടാമത്തേത് ഇവൻ എനിക്ക് മുമ്പ് ഇവൻ ഉണ്ടായിരുന്നു, മൂന്നാമത്തേത് ഇവൻ ആത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തുന്നവനാണ്, നാലാമത്തേത് അവൻ ദൈവപുത്രനാണ്. ഈ 4 വെളിപ്പെടുത്തൽ എത്രാമത്തെ ദിവസമാണിത് എന്നാ പറഞ്ഞ് ഞാൻ 2-ാമത്തെ ദിവസം തരികയാണ്.